അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. എന്താണ് എഫ് ഓഫ് എക്സ് എന്തെന്ന് തന്നിട്ടുണ്ട്? എക്സ് മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിൻ വാട്ട് ദിസ് ഇൻ്റഗ്രൽ കൺവെർജസ് ടു, അതായത് ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മുടെ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗോള് എന്ത് കണ്ടുപിടിക്കുക? എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്ത ഗോൾ എന്ന് പറയുന്നത്, ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിനെ ഫൊറിയർ ഇൻ്റഗ്രൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ. തേർഡ് ഗോള് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കണം. എന്താണ് പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ കണ്ടെത്തുക. സെക്കൻഡ് വൺ നമ്മുടെ എഫ് ഓഫ് എക്സിനെ ഫൊറിയർ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. തേർഡ് വൺ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വണ്ണിലോട്ട് പോവാം. അപ്പോൾ സ്റ്റെപ്പ് 1, ഇവിടെ നിങ്ങൾ ഫംഗ്ഷൻ എടുത്ത് എഴുതുക. ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു പാർട്ട് നോക്കുക. ഈ ഒരു പാർട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു പാർട്ട് സിമട്രിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഈ ഒരു പാർട്ട് സിമട്രിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം, ഒരു സിമട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് നോക്കണം. അതായത് ഈ ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്, അതേസമയം x² എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്, പക്ഷേ x² എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. ഇവിടെ ആരാണ് തന്നിരിക്കുന്നത്? എക്സ്. അപ്പോൾ ഈ എക്സ് എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. സോ എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ എങ്കിൽ എ ഓഫ് ഒമേഗയുടെ വാല്യൂ എന്തായിരിക്കും? ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എ ഓഫ് ഒമേഗയുടെ വാല്യൂ 0 ആയിരിക്കും. ബി ഓഫ് ഒമേഗയ്ക്ക് ഒരു ആൻസർ ഉണ്ട്. ഈ കണ്ടീഷൻ എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യണത്? ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സിമട്രി ഉണ്ടെന്ന് തെളിയിക്കണം. ഇവിടെ സിമട്രി ഉണ്ട് അല്ലേ. ഇവിടെ സിമട്രി ഉണ്ട്. സോ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ എ ഓഫ് ഒമേഗ 0, ബി ഓഫ് ഒമേഗയ്ക്ക് ഒരു ആൻസർ ഉണ്ട്. സോ നമ്മളെങ്ങനെ ബി ഓഫ് ഒമേഗ കണ്ടെത്തും? ബി ഓഫ് ഒമേഗ കണ്ടെത്താൻ നമുക്ക് ഫസ്റ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അതെടുത്ത് എഴുതാം. 1/π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എന്തെന്ന് തെളിയിച്ചു? ഇതൊരു ഓഡ് ഫംഗ്ഷനാണെന്ന് തെളിയിച്ചു. സോ ഓഡ് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറഞ്ഞു ഇതെങ്ങനെ 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വന്നു എന്ന്. ഓക്കെ, സോ ഞാനിപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. മോഡ് എക്സിൽ ഗ്രേറ്റർ ദാൻ പൈയിൽ ആൻസർ ഈ എഫ് ഓഫ് എക്സ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ ലിമിറ്റ് എങ്ങനെ മാറും? 0 തന്നെ ഇൻഫിനിറ്റിയുടെ സ്ഥാനത്ത് പൈ വരും. എന്തുകൊണ്ട് നമ്മൾ -π എടുത്തില്ല? -π എടുക്കാത്തതിന് കാരണം -∞ ടു ഇൻഫിനിറ്റിയിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇവിടെ -π വരും, ഇവിടെ +π വരും. പക്ഷേ ഇതൊരു ഓഡ് ഫംഗ്ഷനാണെന്ന് തെളിയിച്ചതുകൊണ്ട് നമുക്ക് 0ൽ നിന്ന് ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ 0 ടു പൈ. സോ 0 ടു പൈ വരെ എവിടെയാണ് ആരാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ്.
അപ്പോൾ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. സോ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, എക്സ് സൈൻ ഒമേഗ എക്സ് ആണ്. ഓക്കെ, സോ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? അവിടെയാണ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ യു വി. ഓക്കെ, ഇൻ്റഗ്രൽ യു വി. ഇത് ഇത്തിരി കോംപ്ലക്സ് ആയിട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറയണത് യു അങ്ങനെ തന്നെ എഴുതുക, വിയുടെ ഇൻ്റഗ്രൽ എടുക്കുക. യു അങ്ങനെ തന്നെ എഴുതുക, വിയുടെ ഇൻ്റഗ്രൽ എടുക്കുക. അതല്ലേ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. യു അങ്ങനെ തന്നെ എഴുതുക, വിയുടെ ഇൻ്റഗ്രൽ എടുക്കുക. അടുത്തത് ഈ ടേം പ്ലസ് ആണ്, അപ്പോൾ അടുത്ത വരാൻ പോകുന്ന ടേം മൈനസ് ആണ്. യുവിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക, യുവിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക, വി ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. യുവിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക, വി ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഡി യു ബൈ ഡി എക്സ്. വിയുടെ അടുത്ത ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഡബിൾ ഇൻ്റഗ്രലായി മാറും. ഓക്കെ, അടുത്തത് പ്ലസ് മൈനസ്, അടുത്ത പ്ലസ്. യുവിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് യുവിൻ്റെ ഡിഫറൻഷ്യൽ കിട്ടിയ ഉത്തരത്തിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത വിനെ ഒന്നുകൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ വരും. ഓക്കെ, അടുത്ത മൈനസ് എക്സെട്ര. ഓക്കെ, ഇതാണ് യു വി റൂട്ട്. അതായത് ഇങ്ങനെ യു വി ബോത്ത് ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് എങ്കിൽ യുവിനെ വെറുതെ വിടുക, വിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് യുവിൻ്റെ ഡിഫറൻഷ്യേറ്റ് എടുക്കുക, വിയെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പ്ലസ് യുവിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വിനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എടുക്കുക, മൈനസ് അങ്ങോട്ട് അങ്ങനെ തന്നെ അങ്ങ് പോകും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് കാര്യമുണ്ട്. എക്സും ഉണ്ട്, സൈൻ ഒമേഗ എക്സും ഉണ്ട്. ഇതിൽ ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയിൻ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കണം. ഇതിൽ ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കണം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് ചെയിൻ ബ്രേക്ക് ചെയ്യണത്. സൈൻ ഒമേഗ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് ചെയിൻ ബ്രേക്ക് ചെയ്യണത്. സിമ്പിളായിട്ട് നോക്കാം. സൈനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നോക്കിയാണ്. സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത കോസ്, കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത മൈനസ് സൈന്, മൈനസ് സൈനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത കോസ്. അപ്പോൾ ഈ ചെയിൻ എപ്പോഴെങ്കിലും എൻഡ് ചെയ്യോ? ഇല്ല, ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ. അതേസമയം എക്സിൻ്റെ കേസ് നോക്കിയാണ്. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത 1, 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത 0. അതായത് ഈ ചെയിൻ ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആരുടെ ചെയിനാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണത് അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. മറ്റേയാൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 2/π. എക്സിനെ വെറുതെ വിടുക ആദ്യം, എന്നിട്ട് സൈൻ ഒമേഗ എക്സ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഓൾറെഡി പ്ലസ് സൈൻ ആയതുകൊണ്ട് അടുത്ത മൈനസ്. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഡി എക്സ് ബൈ ഡി എക്സ് ഇൻറ്റു ഇതിനെ ഒന്നുകൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഡബിൾ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഡി എക്സ്. ഓക്കെ, പ്ലസ് ഇനി എക്സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ട്രിപ്പിൾ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഡി എക്സ് ഡി എക്സ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആയതുകൊണ്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു 2/π. അങ്ങനെ തന്നെ 2/π അങ്ങനെ തന്നെ. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇത് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. 0 to ഇൻഫിനിറ്റി അല്ല, 0 to π. 0 to π നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, 0 to π നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ എക്സിനെ വെറുതെ ഇടുക.
പഠിച്ചിട്ടുണ്ട്. സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. ഓക്കെ, അടുത്ത മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തുടങ്ങുക 1. സോ ഈ കിട്ടിയ ഉത്തരത്തിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ മൈനസ് മൈനസ് തന്നെ കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. പക്ഷേ ഓൾറെഡി ഒരു ഒമേഗ ഇവിടെ ഉണ്ട്. ഓൾറെഡി ഒരു ഒമേഗ ഇവിടെ ഉള്ളതുകൊണ്ട് ഒമേഗ എന്തായിട്ട് മാറും? ഒമേഗ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, മൈനസ് പ്ലസ് ഇവിടെ, മൈനസ് ഇവിടെ, അടുത്തത് പ്ലസ്. ഇനി എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1, 1ൻ്റെ ഡിഫറൻഷ്യൽ 0. ഇനി ബാക്കി എഴുതേണ്ട കാര്യമില്ല, കാരണം 0 ഇൻറ്റു എനി നമ്പർ 0. ഇൻ്റഗ്രൽ 0 to π. സോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. 2/π ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എല്ലായിടത്തും പൈ കൊടുക്കുക. എന്തുകൊണ്ട്? അപ്പർ ലിമിറ്റ് പൈ ആയതുകൊണ്ട് എക്സ് ഇവിടെയും നമ്മൾ പൈ കൊടുക്കുക. ഓക്കെ, സോ പൈ ഇൻറ്റു മൈനസ് കോസ് പൈ ഒമേഗ ബൈ ഒമേഗ മൈനസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയൊരു കാര്യം മനസ്സിലാവും, ഈ മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആവും അല്ലേ. സോ പ്ലസ് സൈൻ ഒമേഗ പൈ അല്ലെങ്കിൽ പൈ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം അല്ലേ. എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും. സൈനിൻ്റെ ഇവിടെ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0യും 0 ആവും. അതുകൊണ്ട് ആ ടേംസ് എഴുതേണ്ട കാര്യമില്ല, കാരണം 0 ആണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എന്തിനാണ്? സൈൻ 0 ആണെന്ന് അല്ലേ. അപ്പോൾ ഈ പാർട്ടും 0 ആവും, ഇവിടുത്തെ എക്സും 0 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു സൈൻ പൈ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് പൈ കോസ് ഒമേഗ പൈ ബൈ ഒമേഗ. ബി ഓഫ് ഒമേഗ കിട്ടി. സോ ബി ഓഫ് ഒമേഗ എന്താണ്? 2/π സൈൻ പൈ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് പൈ കോസ് പൈ ഒമേഗ ബൈ ഒമേഗ. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 കണ്ടെത്താം. സ്റ്റെപ്പ് 2 ഞാൻ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ഗോള് എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ കണ്ടെത്താനാണ്. അത് കണ്ടെത്തി. അടുത്തത് എഫ് ഓഫ് എക്സ് ആസ് എ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് ആസ് എ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഫോർമുല എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. എന്തുകൊണ്ട്? നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ എക്സിൽ തന്നെ വേണം. സോ ആരെ വെച്ച് ചെയ്യണം? ഡി ഒമേഗ വെച്ച് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു ഓഡ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തെളിയിച്ചതുകൊണ്ട് എ ഓഫ് ഒമേഗയുടെ പാർട്ട് എന്തില്ല? എക്സിസ്റ്റ് ചെയ്യത്തില്ല അല്ലേ. സോ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, നമുക്ക് ബി ഓഫ് ഒമേഗയുടെ വാല്യൂ കിട്ടിയാൽ ഇട്ട് കൊടുക്കുക 2/π സൈൻ ഒമേഗ പൈ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു കോസ് ഒമേഗ പൈ ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2/π അപ്പുറത്ത് കൊടുക്കാം. അപ്പോൾ 2/π അപ്പുറത്ത് പോകുമ്പോൾ π/2 ആവും അല്ലേ. സോ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ പൈ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് പൈ കോസ് ഒമേഗ പൈ ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് പറയുന്നത് π/2. കാരണം എന്തുകൊണ്ട്? ഈ 2/π അപ്പുറത്ത് പോയാൽ π/2 ആവും അല്ലേ. ഇൻറ്റു എഫ് ഓഫ് എക്സ്. പക്ഷേ എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യൻ എന്താണെന്ന് തന്നിട്ടുണ്ട്? ആ കണ്ടീഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ എക്സ് നമുക്ക് വേണമെങ്കിൽ ഇതിനെന്തെന്ന് എഴുതാം? -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ, മോഡ് എക്സ് ലെസ് ദാൻ പൈ എന്ന് എഴുതി കൂടെ? മോഡ് എക്സ് ലെസ് ദാൻ പൈ എന്ന് എഴുതാം.
സീറോ അതർവൈസ് അല്ലെങ്കിൽ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ നോക്കുക ലെസ് ദാൻ പൈ ആണ്, ഇവിടെ നോക്കുക ഗ്രേറ്റർ ദാൻ പൈ ആണ്. ആരില്ല? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ഇല്ല, എക്സ് ഈക്വൽ ടു പ്ലസ് പൈയും ഇല്ല, എക്സ് ഈക്വൽ ടു മൈനസ് പൈയും ഇല്ല. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളത്. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളത്. സോ സ്റ്റെപ്പ് 3 നമുക്ക് എഴുതാം. എക്സ് ഈക്വൽ ടു പൈ, എക്സ് ഈക്വൽ ടു പൈ. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പടം വരയ്ക്കാം. ഇത് പ്ലസ് പൈയുടെ സ്ഥലം, ഇത് മൈനസ് പൈയുടെ സ്ഥലം, ഇത് സീറോയുടെ സ്ഥലം, ഇതങ്ങോട്ട് ഇൻഫിനിറ്റി, ഇതങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റി. ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുക. മൈനസ് പൈ മുതൽ പൈ വരെ എക്സ് ആണെന്ന് പറയുന്നുണ്ട്, ബാക്കിയുള്ളിടത്തെല്ലാം സീറോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു, സോറി എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു, അതായത് ആവറേജ് എടുക്കാനാണ് നോക്കേണ്ടത്, ആവറേജ് എടുക്കാൻ. സോ നമുക്ക് അങ്ങനെ ചെയ്യാം. എഫ് ഓഫ് എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു ആരുടെയാണ്? എക്സ് ഈക്വൽ ടു പൈ. എക്സ് ഈക്വൽ ടു പൈ ഇവിടെ എവിടെയാണ്? ഈ ഭാഗത്താണ് അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. എക്സ് പ്ലസ്, അതായത് നമ്മുടെ പോയിൻ്റിൽ നിന്ന് പ്ലസ് ഡയറക്ഷൻ, അപ്പോൾ ഇങ്ങോട്ട്, അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? സീറോ. സോ സീറോ പ്ലസ് എക്സ് മൈനസ്, അതായത് നമ്മുടെ വേണ്ട പോയിൻ്റിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ, ഈ ഡയറക്ഷനിലുള്ള ആൻസർ എന്താണ്? എക്സ്. സോ സീറോ പ്ലസ് എക്സ് ബൈ ടു, എക്സ് ബൈ ടു എന്ന് കിട്ടും. പക്ഷേ ഇവിടെ എക്സ് എന്തെന്ന് കൊടുത്തിട്ടുണ്ട്? എക്സ് പൈ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈ ബൈ ടു എന്ന് കിട്ടും അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈ ബൈ ടു എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈ ബൈ ടു എന്ന് കിട്ടും. അടുത്തത് എക്സ് ഈക്വൽ ടു മൈനസ് പൈ, എക്സ് ഈക്വൽ ടു മൈനസ് പൈ. അതേ ഫോർമുല എക്സ് പ്ലസ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ ടു. ഇനി നോക്കാം, ഇനി അടുത്ത നമുക്ക് വേണ്ട പോയിൻ്റ് ഏതാണ്? ഈ പോയിൻ്റാണ് അല്ലേ? സോ ഈ പോയിൻ്റിൽ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആൻസർ എക്സ്. സോ അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ്. അടുത്തത് ഈ പോയിൻ്റിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ആൻസർ സീറോ, എഫ് ഓഫ് എക്സിൻ്റെത്. അപ്പോൾ സീറോ. സോ എക്സ് പ്ലസ് സീറോ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടു. പക്ഷേ എക്സ് എന്താണെന്നറിയാം? എക്സ് മൈനസ് പൈ ആണെന്നറിയാം. ഓക്കെ, സോ മൈനസ് പൈ ബൈ ടു. ഇത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ, 0 എക്സ് ഗ്രേറ്റർ ദാൻ പൈ as a Fourier integral. Also show that എന്താണ് 1 മൈനസ് കോസ് പൈ ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ ടു 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ ആരുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ സൈൻ ഒമേഗ എക്സ് ആണോ ഉള്ളത്? ആരില്ല? കോസ് ഒമേഗ എക്സ് ഇല്ല. സോ ഇതൊരു ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതൊരു ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സൈൻ ഒമേഗ എക്സ് എന്നുള്ള ടേം മാത്രമേ ഉള്ളൂ, കോസ് ഒമേഗ എക്സ് ഇല്ല. സോ അതിനർത്ഥം ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ഫൊറിയർ സൈൻ ഇൻ്റഗ്രലാണ്. ഓക്കെ, സോ എങ്ങനെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to infinity
എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 0യുടെ പാർട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, 1/2ൻ്റെ പാർട്ട് മാത്രം നോക്കാം. സോ 1/2 എവിടം തൊട്ട് എവിടം വരെ എക്സിസ്റ്റ് ചെയ്യും? 0 to π വരെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലിമിറ്റും അവിടം വരെ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. 2/π ഇൻ്റഗ്രൽ 0 ടു π എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 1/2 ചേർത്ത് കൊടുക്കുക, സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2ഉം കൂടെ ക്യാൻസൽ ആവും അല്ലേ. സോ നമ്മുടെ ആൻസർ എന്തെന്ന് വരും? 1/π എന്ന് വരും, ഇൻ്റഗ്രൽ 0 ടു π എന്ന് വരും, സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ which is equal to 1/π സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ, ലിമിറ്റ് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π. അപ്പോൾ ലിമിറ്റ്സ് കൂടെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ആരെ ഇടാം? അപ്പർ ലിമിറ്റ് π ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് π ഇട്ട് കൊടുക്കുമ്പോൾ എന്തെന്ന് വരും? മൈനസ് കോസ് ഒമേഗ π ബൈ ഒമേഗ, മൈനസ് ഓഫ് മൈനസ്. അടുത്തത് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലോവർ ലിമിറ്റ് ആരാണ്? 0. അപ്പോൾ കോസ് 0 എന്തെന്നാണ് പഠിച്ചിട്ടുള്ളത്? 1. സോ കോസ് 0 ബൈ ഒമേഗ, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/π. മൈനസും പ്ലസ് ആവും അല്ലേ. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ടേമാണ്, ഇതൊരു നെഗറ്റീവ് ടേമാണ്. സോ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് ടേം എഴുതാം. അതുപോലെ തന്നെ വേറൊരു കേസ് കൂടെ ഉണ്ട്, കോസ് 0 1 ആണ്. സോ കോസ് 0 1 ആയതുകൊണ്ട് 1/ω മൈനസ് കോസ് ഒമേഗ π ബൈ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ π ബൈ ഒമേഗ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി ഓഫ് ഒമേഗ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. എങ്കിൽ സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എഫ് ഓഫ് എക്സ് എസ് എ ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്കിൽ എഫ് ഓഫ് എക്സ് എന്തെന്ന് എഴുതാം? ഫോർമുല എടുക്കുക. ഫോർമുല എടുക്കുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് മാത്രമേ ഉള്ളൂ. നമ്മളെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആരില്ല? കോസ് ഒമേഗ എക്സ് എന്നുള്ള പാർട്ടില്ല അല്ലേ. അത് മാത്രമല്ല, ഇതൊരു ഫൊറിയർ സൈൻ ഇൻ്റഗ്രലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രലാണെങ്കിൽ ഈ പാർട്ട് ഇല്ല. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ശ്രദ്ധിക്കുക, ബി ഓഫ് ഒമേഗയുടെ സ്ഥാനത്ത് എന്താ ഇട്ട് കൊടുക്കുക? 1/π ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ π ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കാം. 1 മൈനസ് കോസ് ഒമേഗ π ബൈ ഒമേഗയുണ്ട്, ഇവിടെയും 1 മൈനസ് കോസ് ഒമേഗ π ബൈ ഒമേഗയുണ്ട്, സൈൻ ഒമേഗ എക്സ് ഉണ്ട്, ഡി ഒമേഗയുണ്ട്, പക്ഷെ ആരില്ല? 1/π ഇല്ല. സോ അതുകൊണ്ട് നമുക്കിത് അപ്പുറത്ത് കൊടുക്കാം അല്ലേ. ഇത് അപ്പുറത്ത് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/π 1 മൈനസ് കോസ് ഒമേഗ π ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് പറയുന്നത് 1/π അപ്പുറത്ത് പോകുമ്പോൾ π ആണ് അല്ലേ. π എഫ് ഓഫ് എക്സ് എന്ന് വരും. പക്ഷെ ഓൾറെഡി നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്താണ്? ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്, ഈ ഒരു പാർട്ടാണെന്ന് അല്ലേ. സോ എഫ് ഓഫ് എക്സ് 1/2 ആർക്ക്? മോഡ് എക്സ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π, 0 എക്സ് ഗ്രേറ്റർ ദാൻ π, ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ π. സോ നമുക്ക് വേണമെങ്കിൽ π അകത്തോട്ട് കയറ്റാം.
പൈ അകത്തോട്ട് കയറ്റുമ്പോൾ എന്തെന്ന് വരും? π/2 0 < x π 0. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, x > π എന്നാണ്, mod x അല്ല. സോ x > π. സോ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പാർട്ടിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സോ നമ്മളത് പ്രൂവ് ചെയ്തു.